ബിസിനസ് എൻവയോൺമെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോഷ്യോ കൾച്ചർ എൻവയോൺമെൻറ്റ്. ഇന്ന് നമ്മൾ ഈ സോഷ്യോ കൾച്ചർ എൻവയോൺമെൻറ്റ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ എലമെൻറ്റ്സ് തുടങ്ങിയവയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്? ദ സോഷ്യൽ എൻവയോൺമെൻറ്റ് ഈസ് ദി ഇമ്മീഡിയറ്റ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സെറ്റിംഗ് ഇൻ വിച്ച് പീപ്പിൾ live. Social environment of business means all factors which affect business socially. Every business work in a society. So society's different factors like family, educational institutions and religion affects business. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിനെ സോഷ്യലി അഫക്റ്റ് ചെയ്യുന്നതിന് ഫാക്ടേഴ്സ് ആണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. എവറി ബിസിനസ് വർക്ക് ഇൻ എ സൊസൈറ്റി. എല്ലാ ബിസിനസ്സും എന്നതിന് ഒരു സൊസൈറ്റിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സായ ഫാമിലി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയൻസ് തുടങ്ങിയവയെല്ലാം ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു. The social environment consists of the sum total of a society's beliefs, customs, practices and behaviors. The buying and consumption habit of the people, their language, beliefs and values, customs and traditions, taste and preference, education are all factors that affect business. ഇതൊക്കെയാണ് സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ബിസിനസ് എന്നതിന് കണ്ടക്ട് ചെയ്യുന്നതിന് ഓരോ സൊസൈറ്റിയിലായിരിക്കും. ഈ ഓരോ സൊസൈറ്റിയും എന്നതിന് മറ്റ് സൊസൈറ്റികളിൽ നിന്ന് എൻറ്റയർലി എന്നതിന് ഡിഫറെൻറ്റ് എന്നതിന് ആയിരിക്കും. ഒരു സൊസൈറ്റിയിലുള്ള എന്നതിന് പീപ്പിൾസിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും അവരുടെ വാല്യൂസും എന്നതിന് ബിലീഫ്സും ആയിരിക്കത്തില്ല എന്നതിന് മറ്റൊരു എന്നതിന് പറഞ്ഞ സൊസൈറ്റിയിൽ എന്നതിന് പീപ്പിൾസിന് ഉണ്ടാവുക. കൾച്ചറൽ എൻവയോൺമെൻറ്റ്. കൾച്ചർ ഈസ് ദ വേ ഓഫ് ലൈഫ് ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓർ സൊസൈറ്റി. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓർ സൊസൈറ്റിയുടെ വേ ഓഫ് ലൈഫാണ് കൾച്ചർ എന്നത്. എങ്ങനെയാണ് അവരുടെ ജീവിതശൈലി, അവരുടെ ഫുഡ് ഹാബിറ്റ്, അവരുടെ ഡ്രസ്സിങ് എന്ന സ്റ്റൈല് തുടങ്ങിയെല്ലാമാണ് കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എലമെൻറ്റ്സ്. മ്യൂസിക്, ആർക്കിടെക്ചർ, ക്ലോത്തിങ്, ലിറ്ററേച്ചർ ആർ ടാഞ്ചിബിൾ എലമെൻറ്റ്സ്. Knowledge, ideas, skill, social behavior, laws, customs, moral values are some of the intangible elements. കൾച്ചറൽ എൻവയോൺമെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എലമെൻറ്റ്സ് ആണ്. ഇതൊക്കെയാണ് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ എലമെൻറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ. ഇനി എഡ്വേർഡ് ബി ടൈലർ കൾച്ചറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. Culture is that complex whole which includes knowledge, beliefs, arts, morals, laws, customs and any other capabilities and habits acquired by as a member of society. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ കൾച്ചറിൽ എന്നതിന് ഇൻക്ലൂഡ് ചെയ്യുന്ന നോളജ്, ബിലീഫ്സ്, ആർട്സ്, മോറൽസ്, ലോ, കസ്റ്റംസ് ആൻഡ് അതർ കപ്പാബിലിറ്റീസ് ആൻഡ് ഹാബിറ്റ്സ് തുടങ്ങിയൊക്കെയാണ് അതിന് എഡ്വേർഡ് ബി ടൈലറിൻ്റെ അതിന് കൾച്ചറിൽ അതിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. ബേസിക് ആയിട്ടുള്ള കൾച്ചറിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ലേണഡ് ബിഹേവിയർ. കൾച്ചർ ഈസ് നോട്ട് ഇൻഹെറിറ്റഡ് ബയോളജിക്കലി ബട്ട് ഇറ്റ് ഈസ് ലേൺ സോഷ്യലി ബൈ എ മാൻ ഇൻ എ സൊസൈറ്റി. It is not an inborn tendency but acquired by man from the association of other. Example, drinking, eating, dressing, walking, behavior, reading are all learned by man. ഒരു മനുഷ്യൻ എന്നതിന് ജനിക്കുമ്പോൾ തൊട്ട് എന്നതിന് പറഞ്ഞത് കൾച്ചർ എന്നതിന് ഉണ്ടാകുന്നില്ല. അവർ ജീവിച്ച് വളരുന്നതിന് ചുറ്റുപാട്, അദ്ദേഹത്തിന് എന്നതിന് ചുറ്റുമുള്ള എന്നതിന് പറഞ്ഞ സൊസൈറ്റി എന്നതിന് അതിൽ നിന്നൊക്കെയാണ് എന്നതിന് പറഞ്ഞത് കൾച്ചർ എന്നതിന് പറഞ്ഞ ലേൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൾച്ചർ ഈസ് ഷേപ്ഡ് ബൈ ദി സൊസൈറ്റി. Culture does not exist in isolation. Neither it is an individual phenomenon. It is a product of society. It originates and develops through social interaction. It is shared by the member of society. കൾച്ചറിനെ എന്തിന് ഷേപ്പ് ചെയ്യുന്ന സൊസൈറ്റിയെ നമ്മൾ പറഞ്ഞു. സൊസൈറ്റിയിൽ നിന്നാണ് എന്തിന് കൾച്ചർ എന്നതിന് പറഞ്ഞ് ലേൺ ചെയ്തെടുക്കുന്നത്, സൊസൈറ്റിയുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ എന്നതിന് കൾച്ചർ ഒരു സൊസൈറ്റിയുടെ എന്നതിന് പ്രൊഡക്റ്റ്സ് ആണ്. ഇറ്റ് ഒറിജിനേറ്റ്സ് ആൻഡ് ഡെവലപ്പ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ.
Culture is transmitted. Culture is capable of transmitted from one generation to next. Parents pass on culture traits to their children and their in turn to their children and so on. Culture is transmitted not through gens but by means of language. Language is the main vehicle of culture. കൾച്ചർ എന്ന് പറയുന്നത് ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എന്ന് പറയുന്നത് വരുന്നതാണ്. Culture gratify. Culture provides proper opportunities and prescribe means for the satisfaction of our needs and desires. നമ്മുടെ നീഡ്സും ഡിസൈർസും കൾച്ചർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്തിനോടൊക്കെയുള്ള നമുക്ക് നീഡ്സ് ഉണ്ട്? നീഡ്സ് ഫോർ ഫുഡ്, നീഡ്സ് ഫോർ വാട്ടർ, നീഡ്സ് ഫോർ മണി, നീഡ് ഫോർ ഫെയിം തുടങ്ങിയവയെല്ലാം എന്നതിന് കൾച്ചർ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. Culture varies from society to society. Every society has its own culture and way of behaving. It is not uniform. Every culture is unique in itself is a specific society. For example, values, customs, traditions, religions, beliefs are not uniform everywhere. കൾച്ചർ എന്താണ്? ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അതിന് കൾച്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സൊസൈറ്റിയിലെ ആൾക്കാരുടെ ബിലീവ്സും എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും ആയിരിക്കില്ല മറ്റൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ. Culture is continuous and cumulative. Culture exists as a continuous process. Culture is the memory of human race. Culture is not matter of month or year. It is continuous process and adding new cultural traits. Culture എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് എന്നതിന് ബേസിലുള്ളതാണ്. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷന് ട്രാൻസ്ഫർ എന്നതിന് ചെയ്തതിന് കണ്ടിന്യൂസ് എന്നതിന് ബേസിലാണ് കൾച്ചർ എന്ന് ഉള്ളത്. Culture is dynamic. It remains changing but not static. Culture process undergoes changes but with different speed from society to society and generation to generation. Culture എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, നോട്ട് സ്റ്റാറ്റിക്. ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ഒരു കാലഘട്ടം കടന്നു പോകും തോറും എന്നതിന് കൾച്ചറിൽ എന്നതിന് പറയുന്നത് ചില എന്നതിന് പറയുന്ന മാറ്റങ്ങൾ എന്നതിന് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് എ ലേർണഡ് ബിഹേവിയർ. കൾച്ചർ ഈസ് ഷേപ്ഡ് ബൈ ദി സൊസൈറ്റി. കൾച്ചർ ഈസ് ട്രാൻസ്മിറ്റഡ്. കൾച്ചർ ഗ്രാറ്റിഫൈയിങ്. Culture varies from society to society. Culture is continuous and cumulative. Culture is dynamic. Each international market will have varying preference for products, food quantity level and even brands. ഓരോ ഇൻ്റർനാഷണൽ ഓരോ മാർക്കറ്റിൽ പീപ്പിളിൻ്റെ ഡിഫറെൻറ്റ് പ്രിഫറൻസ് ആയിരിക്കും. ഫുഡ് ആയാലും ഫുഡ് ക്വാണ്ടിറ്റി ആയാലും പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ആയാലും ക്വാളിറ്റി ആൻഡ് ഈവൻ ബ്രാൻഡ്സിൽ പോലും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കും ഓരോ മാർക്കറ്റിലെ പീപ്പിളിനും ഉണ്ടാവുക. ദ മീനിങ് ഓഫ് ഷേപ്പ്, colors and iconic features can also have different cultural significance. ഈ ഷേപ്പ് ആയാലും കളേഴ്സും ഐക്കോണിക് ഫീച്ചേഴ്സും ഒക്കെ ഡിഫറെൻറ്റ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ആണ്. ദിസ് കൾച്ചറൽ ഡിഫറൻസ് മസ്റ്റ് ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട് ടു ഡിറ്റർമൈൻ വെദർ പ്രൊഡക്റ്റ് ആർ സ്യൂട്ടബിൾ ഫോർ എ മാർക്കറ്റ് ഓർ വെദർ ദേ ക്യാൻ ബി അഡാപ്റ്റഡ് ഫോർ ഗ്രേറ്റർ ബിസിനസ് സക്സസ്. ഈ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാം കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്തതിനു ശേഷം ഈ പ്രൊഡക്ട്സ് ഈ മാർക്കറ്റിൽ സ്യൂട്ടബിൾ ആണോ, ഇവിടെ ഈ പ്രൊഡക്ട്സ് ഇറക്കുന്നതുകൊണ്ട് സക്സസ് നേടുവാൻ കഴിയുമോ, ബിസിനസ്സിന് സർവൈവ് ചെയ്യുവാൻ വേണ്ടി സാധിക്കുമോ എന്ന് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. ദ ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചർ ഓൺ ബിസിനസ് ഈസ് എക്സ്റ്റെൻസീവ്. Culture impact how employees are best managed based on their values and practices. It also impact the functional area of marketing, sales and distribution. It can affect a company's analysis and decision making on how best to enter new markets. Elements of culture. കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റിലീജിയൻ, values and attitude, customs and traditions, language, aesthetics, education, social system, norms, non-verbal symbols തുടങ്ങിയൊക്കെയാണ് കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില എലമെൻറ്റ്സ്. റിലീജിയൻ ഈസ് എ മേജർ കൾച്ചർ ഇൻഫ്ലുവൻസസ്.
that affect many aspects of life, including the role of women in society, rules about food and beverage consumption, clothing habits, and holiday activities. കൾച്ചർ എന്ന് പറയുന്നത് റിലീജിയൻ എന്ന് പറയുന്നത് ഒരു മേജർ ആയിട്ടുള്ള എന്തിന് ഇൻഫ്ലുവൻസ് ആണ്. മേജർ കൾച്ചറൽ എന്നതിന് പറയുന്ന ഇൻഫ്ലുവൻസ് ആണ് റിലീജിയൻ. ഈ റിലീജിയൻ ആണെന്നതിന് ഒരു സൊസൈറ്റിയുടെ എന്തിനു വുമൻ്റെ എന്തിനു റോളും അതോടൊപ്പം തന്നെ ഫുഡ് ഹാബിറ്റ്, ഡ്രസ്സിങ് ഹാബിറ്റ്സ് എന്നതിന് ഹോളിഡേ ആക്ടിവിറ്റീസ് ഒക്കെ എന്നതിന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. റിലീജിയൻ പ്രൊവൈഡ് ദ ബെസ്റ്റ് ഇൻസൈറ്റ് ഇൻ ടു ദി സൊസൈറ്റീസ് ബിഹേവിയർ ആൻഡ് ഹെൽപ്പ് ആൻസർ ദി ക്വസ്റ്റ്യൻ ഓഫ് വൈ പീപ്പിൾ ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ മാനർ. Religious beliefs and practices can strongly influence what consumers buy or don't buy when they shop and how they conduct ബിസിനസ്. ഈ റിലീജിയസ് എന്നതിന് ബിലീവ്സ് ഒക്കെയാണ് എന്നതിന് കൺസ്യൂമേഴ്സിന് എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ വാങ്ങാതിരിക്കണം എന്നൊക്കെ എന്നതിന് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മാർക്കറ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ ഓൺ കൺസ്യൂമർ കൾച്ചർ ഇൻ ദി മാർക്കറ്റ് where they operate, so that their marketing activities can be appropriately sensitive. Failing to respect religious beliefs or customers can seriously undermine the reputation of a company or brand. ഈ റിലീജിയസ് എന്നതിന് ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ ഇതിന് പറയുന്നത് റിലീജിയൻ ബേസിലായിട്ടുള്ള ടേസ്റ്റ് എന്നതിന് പ്രിഫറൻസ് ഒക്കെ എന്നതിന് മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും ബിസിനസ്സിന് എന്നതിന് ആ മാർക്കറ്റിൽ എന്നതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി എന്നതിന് സാധിക്കുകയില്ല. ഇത് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എന്നതിന് ബ്രാൻഡിനെയും എന്നതിന് സാരമായിട്ട് ബാധിക്കും. At the same time, marketers who are attuned to the impact of religion on local culture can find great advantage in aligning marketing message and promotional opportunities to religious practice. For example, all the major world religions observe holidays that include feasting and gift giving. Thus, festival season tend to be prime shopping season as well. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ള റിലീജിയൻ ഏതൊക്കെയാണ്? ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം, അങ്ങനെ ഒരുപാട് റിലീജിയൻ എന്നതിന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ റിലീജിയനിലെല്ലാം അവർക്ക് അവരുടേതായ എന്നതിന് ഫെസ്റ്റിവൽസ് എന്നതിന് അവരുടേതിന് ആഘോഷങ്ങൾസ് ഒക്കെ ഉണ്ട്. ഇതെന്തൊക്കെയാണ്, അവർ ഈ ആഘോഷങ്ങൾക്ക് എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നതിന് കൊടുക്കുന്നത് തുടങ്ങിയവയെല്ലാം എന്നതിന് ബിസിനസ് എന്നതിന് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ എന്നതിന് ബിസിനസ് എന്നതിന് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എന്നതിന് എടുക്കുവാൻ വേണ്ടി പാടുകയുള്ളൂ. റിലീജിയൻ ഷേപ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ദി ബിഹേവിയർ ഓഫ് പീപ്പിൾ. റിലീജിയൻ ഓൾസോ അഫക്റ്റ് വർക്ക് ആൻഡ് സോഷ്യൽ കസ്റ്റംസ്. വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. A role of values in a society is to dictate what is acceptable or unacceptable. Values are part of the societal fabric of culture and they can also be expressed individually, arising from the influence of family, education, moral and religious beliefs. നമ്മുടെ വാല്യൂസും ആറ്റിറ്റ്യൂഡുമാണ് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് നമ്മൾ ആക്സെപ്റ്റ് എന്നതിന് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യാതിരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത്. എന്താണ് വാല്യൂ? ജഡ്ജ്മെൻറ്റ് അബൌട്ട് വാട്ട് ഈസ് ഗുഡ് ഓർ ബാഡ് ആൻഡ് ഡിസൈറബിൾ ഓർ അൺഡിസൈറബിൾ ഇൻ സൊസൈറ്റി ഈസ് നോൺ ആസ് വാല്യൂസ്. എന്തൊക്കെയാണ് നല്ലത്, എന്താണ് ചീത്തത്, എന്തൊക്കെയാണ് യോജിച്ചത്, എന്തൊക്കെയാണ് യോജിക്കാത്തത് എന്നതിനെക്കുറിച്ചുള്ള എന്നതിന് ജഡ്ജ്മെൻ്റാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റിറ്റ്യൂഡ് ഈസ് ദ ടെൻഡൻസി ടു റെസ്പോണ്ട് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ടുവാർഡ്സ് എ സർട്ടൻ ഐഡിയാസ്, ഒബ്ജക്റ്റ്, പേഴ്സൺ ഓർ സിറ്റുവേഷൻ. ഒരു സർട്ടൻ ഐഡിയ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, പേഴ്സൺ അല്ലെങ്കിൽ സിറ്റുവേഷനോട് പോസിറ്റീവ്ലി ആയിട്ടാണോ നെഗറ്റീവ്ലി ആയിട്ടാണോ റെസ്പോണ്ട് എന്നതിന് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിന് പ്രധാനമായിട്ടും 4 മേജർ കമ്പോണൻസ് ഉണ്ടാകുന്നുണ്ട്. അഫക്റ്റീവ് എന്ന് വെച്ചാൽ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. ഓവർ ഇമോഷൻസ് ഉള്ളവർ, ഓവർ ഫീലിങ്സ് ആണോ ഉള്ളതെന്ന് തുടങ്ങിയൊക്കെയാണ് അഫക്റ്റീവ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ്, ബിലീഫ്സ് ഓർ ഒപ്പീനിയൻ ഹെൽഡ് കോൺഷ്യസ്ലി. കൊനാക്റ്റീവ്, ഇൻക്ലിനേഷൻ ഫോർ ആക്ഷൻ. ഇവാലുവേറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് റെസ്പോൺസ് ടു സ്റ്റിമുലി. ഒരു നമ്മുടെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസ് ആണ് ഇവാലുവേറ്റീവ് എന്ന് പറയുന്നത്. കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. ദ മീനിങ് ഓഫ് കസ്റ്റം ആൻഡ് കൾച്ചർ ഈസ് സിമിലർ, but custom is more about practices, whereas culture is more about ideas or group of customs.
എ ട്രഡീഷൻ ഈസ് എ ബിലീവ് ദാറ്റ് ഈസ് പാസ്ഡ് ഡൗൺ ത്രൂ ജനറേഷൻ. ട്രഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിലീവാണ്. ഒരു ട്രഡീഷൻ എന്തിന് ഒരു ജനറേഷനിൽ നിന്ന് മറ്റു ജനറേഷനിലേക്ക് എന്തിന് പാസ് ചെയ്ത് അതിന് പോകുന്നതാണ്. ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് മസ്റ്റ് ഹാവ് ത്രൂ നോളജ് അബൌട്ട് ദി കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ദ കൺട്രി വെയർ ദേ ആർ ഓപ്പറേറ്റിംഗ് ദി ബിസിനസ്. ഒരു ഇൻ്റർനാഷണൽ എന്തിന് മാർക്കറ്റ് ഏത് കൺട്രിയിലാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കൺട്രിയിലുള്ള കസ്റ്റംസും ട്രഡീഷൻസ് ഓരോ ജനറേഷനിലും എന്തിന് പാസ് ചെയ്ത് വരുന്ന ആ കസ്റ്റംസും എന്തിന് ട്രഡീഷൻസും എന്തിന് മസ്റ്റായിട്ട് എന്തിന് അനലൈസ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എന്നൊരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്, ട്രഡീഷണലായിട്ട് അതിന് കൊണ്ടുപോകുന്ന ഒരു ഫെസ്റ്റിവലാണ് ദീപാവലി എന്നുള്ളത്. ദീപാവലി എന്നതിന് സമയത്ത് കൂടുതൽ എന്നതിന് പറഞ്ഞത് കൂടുതൽ എന്തിനും മധുര പലഹാരങ്ങൾ എന്തിനും പറഞ്ഞത് ഫ്രൂട്ട്സും എന്തിനും പറഞ്ഞത് കൂടെ കാര്യങ്ങൾ എന്തിന് ആവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്മസ് എന്തിനു പറഞ്ഞത് സമയത്തായിരിക്കും എന്തിന് ക്രിസ്മസ് എന്തിന് ട്രീസ് സ്റ്റാർസ് എന്തിന് തുടങ്ങിയ എന്തിനു പറഞ്ഞത് പ്രോഡക്റ്റ്സ് ഒക്കെ എന്തിന് ആ സമയത്തായിരിക്കും എന്തിന് ആവശ്യമായിട്ട് വരുന്നത്. ഇതൊക്കെ എന്തിനു പറഞ്ഞത് ഇതൊക്കെയാണ് കസ്റ്റംസ് ആൻഡ് എന്തിന് ട്രഡീഷൻസിൽ എന്തിനു പറഞ്ഞത് മെയിനായിട്ട് വരിക. Languages. The world has more than 6,000 languages and this can create a lot of problem in designing, advertising and campaigning and products labels. നമ്മുടെ എന്തിനു പറയുന്ന വേൾഡിൽ തന്നെ എന്തിനു പറയുന്നത് 6000-ലധികം എന്തിന് ലാംഗ്വേജസ് ഉണ്ടാക്കുന്നത്. ഈ ഡിഫറെൻറ്റ് എന്തിനു പറയുന്ന ലാംഗ്വേജസ് എന്തിന് അഡ്വർടൈസ്മെൻറ്റിലായാലും ഡിസൈനിങ് ആയാലും പ്രൊഡക്റ്റ് ക്യാമ്പയിനിലായാലും എന്തിന് ഒരുപാട് എന്തിനു പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലാംഗ്വേജ് ആർ എസെൻഷ്യൽ ടു കണക്ട് ആൻഡ് ഡെവലപ്പ് ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ദി ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ബിസിനസ് പാർട്ട്നേഴ്സ്, കസ്റ്റമേഴ്സ്, ഫ്രണ്ട്സ് ഓർ ഗ്രേറ്റർ കോൺട്രാക്ട് സോഴ്സസ്. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിലെ പ്രൊഡക്ട്സിൻ്റെ എന്തിനു പോകുന്ന പ്രൊമോഷന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്തിനു നടത്തുമ്പോൾ തന്നെ നമ്മൾ ഒരു ഭാഷയിൽ എന്തിനു മാത്രം ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ എന്തിനു ഒരുപാട് ഭാഷകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഷയിലും ഈ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയാൽ അത് എല്ലാ ജനങ്ങളിലേക്കും എത്തുകയുള്ളൂ. This will also retrain the market from giving a misleading advertisement and other promotional effort. Language makes effective social interaction possible and influences how people conceive of concept and object. അതോടൊപ്പം തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ പറയുന്നത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഈ ഭാഷയുടെ പ്രശ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കൺട്രിയിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് അവിടുത്തെ ഭാഷകൾ തുടങ്ങിയ കാര്യങ്ങൾ ബിസിനസ്മാൻ ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. Aesthetics refers to the appearance of something, particularly in relation to its beauty. It is a term that predominantly refers to visual elements and it can vary across cultures. Aesthetics എന്ന് വെച്ചാൽ എന്താണ്? അപ്പിയറൻസ് ഓഫ് സംതിങ് പർട്ടിക്കുലർ റിലേഷൻ ടു ഇറ്റ്സ് ബ്യൂട്ടി. പാക്കേജിങ്ങിൽ ലേബലിങ്ങിലൊക്കെ ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടിയാണ് ഐസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഓരോ കൾച്ചറിലും ഓരോ സൊസൈറ്റിയിലും ഇപ്പോൾ പാക്കേജിങ് ആയാലും അവിടെ ഷേപ്സിലായാലും പാറ്റേണിലായാലും അവരുടെ പറഞ്ഞത് ടെക്സ്ചറിൽ ആയാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പറഞ്ഞത് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഓരോ സ്ഥലത്ത് പറഞ്ഞത് പീപ്പിൾസിനും ഉണ്ടാവുക. ചിലപ്പോൾ ഒരു സൊസൈറ്റിയിൽ പീപ്പിൾസ് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ലേബലിംഗ് പാക്കേജിങ് ആയിരിക്കില്ല വേറൊരു പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഈ വ്യത്യാസങ്ങളെല്ലാം ബിസിനസ്മാൻ അനലൈസ് ചെയ്തിരിക്കണം. ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് need to make their advertisement in good taste. The brand package must also look aesthetically sound depending upon the nature of a target audience. The size and shape of the product should not be large when the customers are likely to prefer a contract shape and size of the product. Education can initiate social change by bringing about change in the outlook and attitude of a man. It brings change in the pattern of social relationship and thereby it may cause socio-cultural changes. The changing purpose of education is to change man and his life and lifestyles. Another important ആയിട്ടുള്ള ഒരു കൾച്ചറൽ എലമെൻ്റ് ആണ് എഡ്യൂക്കേഷൻ. ലിറ്ററേറ്റ് ആയിട്ടുള്ള
പീപ്പിൾസ് ഉണ്ടാകും, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസ്. ചിലപ്പോൾ ഒരു സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസ് ആണെങ്കിൽ മറ്റൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ അധികവും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസ് ആയിരിക്കും. ഇപ്പോൾ ഒരു പ്രൊഡക്ട്സ്, ആ പ്രൊഡക്ട്സിൻ്റെ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് എക്സ്പീരിയൻ ഡേറ്റ്, ആ പ്രൊഡക്ട്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് ഒരു ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിളിനെ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾ മോർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ പ്രൊഡക്റ്റിന് മേൽ മോർ കോൺഷ്യസ് ആയിരിക്കും. അവർ കൂടുതൽ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. The level and nature of educational level in each market varies. എഡ്യൂക്കേഷണൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഓരോ സൊസൈറ്റിയിലും വ്യത്യസ്ത രീതിയിൽ ആയിരിക്കും. ചില സൊസൈറ്റിയിൽ കൂടുതൽ ലിറ്ററേറ്റ് ആയിരിക്കും, ചില സൊസൈറ്റിയിൽ കുറച്ച് ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാവുകയുള്ളൂ. They may impact the message or even the medium that is employed. Social system. A social system is an organization of individuals or group that have different functions, characteristics, origin or status. A social system might be broken down into small sections like family groups, races, religion, gender, income, group and social classes. എന്താണ് സോഷ്യൽ സിസ്റ്റം? സോഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആണ്. സോഷ്യൽ സിസ്റ്റത്തെ തന്നെ പല സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫാമിലി ഗ്രൂപ്പ്സ് ആകാം, റേസസ്, റിലീജിയൻ, ജെൻഡർ, ഇൻകം ഗ്രൂപ്പ്, സോഷ്യൽ ക്ലാസ്സസ്. The demographic decisions can be caused by the international marketing department of a business to better target their promotional and sales effort. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പാണ്. ഈ സോഷ്യൽ സിസ്റ്റത്തെ തന്നെ ഒരുപാട് ഫാക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫാമിലി, ഗ്രൂപ്പ്, റിലീജിയനൊക്കെ. ഇതിലൊന്നും നമുക്ക് ഫാമിലി എടുക്കാം. ഇപ്പോൾ ഫാമിലിയിൽ തന്നെ വരികയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ്, ഇപ്പോൾ ലോൺ, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അധികവും മെയിൽസ് ആയിരിക്കും എടുക്കുന്നത്. ഫുഡ് ഐറ്റംസ് തുടങ്ങിയ പറയുന്നത് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫീമെയിൽസ് ആയിരിക്കും എടുക്കുക. അതുകൊണ്ട് തന്നെ ബിസിനസ് മാൻ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൂ വിൽ ടേക്ക് സച്ച് ഡിസിഷൻ. ആരാണ് ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുത്തതിന് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ബിസിനസ് കണ്ടക്ട് ചെയ്യേണ്ടത്. നോംസ്. Culture differs widely in their norms or standards and expectation for behavior. Cultural norms are the shared values, beliefs and customs that influences the behavior and practices of people. Because these norms differ from region to region, they can impact how a business operates in the international or global market. എന്താണ് നോംസ് എന്ന് നോക്കാം. Cultural norms are the shared values, beliefs and customs. നോംസ് എന്ന് പറയുന്നത് ഷെയർഡ് ആയിട്ടുള്ള വാല്യൂസ്, ബിലീഫ്സ്, കസ്റ്റംസ് ആണ്. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് ഈ നോംസ് വഹിക്കുന്നുണ്ട്. കൾച്ചറൽ നോംസ് വഹിക്കുന്നുണ്ട്. ഓരോ കൺട്രിയിലും ഈ കൾച്ചറൽ നോംസ് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഡിഫറൻസ് ബിസിനസ് മാൻ അനലൈസ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ സ്ട്രാറ്റജീസ് ആയാലും ബിസിനസ് ഡിസിഷൻസ് ആയാലും മേക്ക് ചെയ്യാൻ വേണ്ടി പാടുകയുള്ളൂ. Non-verbal symbols. Understanding the non-verbal symbols all over the world is also a part of prerequisite for success in international business. ഓരോ കൺട്രിയിലും ഓരോ നോൺ വെർബൽ സിമ്പിൾസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളൊരു അഭിസംബോധന ചെയ്യുന്നത് കൈ കൂപ്പിക്കൊണ്ടായിരിക്കും. ചിലയിടത്ത് പറയുന്നത് ഹാൻഡ് ഷേക്കിംഗ് ആയിരിക്കും, ചിലയിടത്ത് ഹഗ് ചെയ്യുന്നതായിരിക്കും. അത് ഓരോ കൾച്ചറിൽ വെച്ച് ഡിഫറെൻറ്റ് ആയിരിക്കും. ഈ ഹാൻഡ് ഷേക്കിംഗ് ഈസ് ഡൺ ഇൻ സം സൊസൈറ്റീസ് ബട്ട് നോട്ട് ഇൻ അതേഴ്സ്. ഇറ്റ് കോമൺലി കൺവേ ഫ്രണ്ട്ഷിപ്പ്. ഹാൻഡ് ഷേക്കിംഗ് ചില സൊസൈറ്റിയിൽ ഉണ്ടാകും, ചില സൊസൈറ്റിയിൽ അത് ഉണ്ടാകത്തില്ല. Gestures like movement of hands, arms or other part of the body are meant to convey certain ideas or emotions. However, the same gesture can mean one thing in one society and something quite different in another society. ഇപ്പോൾ കൈ കൊണ്ടുള്ള ആംഗ്യം കാണിക്കൽ തന്നെ ഒരു സൊസൈറ്റിയിൽ അതിനുള്ള അർത്ഥമായിരിക്കില്ല മറ്റൊരു സൊസൈറ്റിയിൽ സെയിം പറയുന്നത് ആംഗ്യം കൊണ്ടുണ്ടാകുന്ന അർത്ഥം. ഈ വ്യത്യാസം, ഈ അർത്ഥവ്യത്യാസങ്ങൾ ബിസിനസ്മാൻ മനസ്സിലാക്കിയിരിക്കണം.
Cross-culture solution for international business. Different cultures and cultural background between workers bring with it obstacles, challenges and difficulties. Cross-cultural variations manifest in general areas like in behavior and etiquette, norms, values, expressions and non-verbal communication. Careful handling of cross-culture difference is essential for achieving success in international market. അതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്താണ് സക്സസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ എന്താണ് സർവൈവ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഈ കൾച്ചറൽ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം മാത്രം അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തിനാ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയാൽ മാത്രമേ ബിസിനസ്സിന് അവിടെ സർവൈവ് ചെയ്യാനും സക്സസ് എന്നതിനെ കൈവരിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കൺട്രിയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്ക് വരുമ്പോൾ അവിടുത്തെ കൾച്ചർ എന്നതിന് വളരെയേറെ എന്നതിന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഒരു കൺട്രിയിൽ തന്നെ വരികയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും എന്നതിന് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും എന്നതിന് ഓരോ സ്ഥലങ്ങളിലും എന്നതിന് ഓരോ കൾച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അവിടുത്തെ പീപ്പിൾസിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്നതിന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒരു വില്ലേജിൽ എന്ന് പറയുന്ന പീപ്പിൾസിനെ എടുക്കുവാണെങ്കിൽ ഒരു സിറ്റീസിൽ എന്ന് പറയുന്നത് പീപ്പിൾസിനെ എടുക്കുവാണെങ്കിൽ അവിടുത്തെ പീപ്പിൾസിൻ്റെ എന്ന് പറയുന്ന ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഡ്രസ്സിങ് ഹാബിറ്റ്സ് ആയാലും ഫുഡ് ഹാബിറ്റ്സ് ആയാലും എല്ലാം എന്ന് പറയുന്നത് എൻ്റർലി വ്യത്യസ്തമായിരിക്കും. ഈ ഡിഫറൻസ് എല്ലാം അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം ബിസിനസ് കണ്ടക്ട് ചെയ്യില്ല. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ സക്സസ് എന്ന് പറയുന്നത് കൈവരിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് സോഷ്യോ കൾച്ചർ എൻവയോൺമെൻറ്റിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.